8 വർഷത്തോളം മലയാളി മനസ്സിനെ വേട്ടയാടിയ നടിയാക്രമണ കേസിലെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷ ഇപ്പോൾ വിധിക്കാൻ പോവുകയാണ് ജഡ്ജ് ഹണി എം വർഗീസ്. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. ഉടൻ തന്നെ ഇനി മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും തന്നെയില്ല. പ്രതികൾക്ക് കേൾക്കാനുള്ളത് കേട്ടുകഴിഞ്ഞു. പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും അന്തിമവാദം കേട്ടുകഴിഞ്ഞു കോടതി. ഇനി വിധി പ്രസ്താവന നടത്തിയാൽ മതി, ശിക്ഷ പ്രഖ്യാപിച്ചാൽ മതി. അതോടൊപ്പം തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കേസിന്റെ ജഡ്ജ്മെന്റാണ്. വിധിന്യായം പുറത്തു വരുന്നതോടുകൂടി മാത്രമേ എന്തുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിന് ജഡ്ജി കണ്ടെത്തിയിട്ടുള്ള കാരണങ്ങൾ എന്താണ്, ഏതൊക്കെ വാദങ്ങൾ പ്രോസിക്യൂഷൻ്റെതായി അംഗീകരിച്ചു, ഏതൊക്കെ തള്ളി തുടങ്ങിയ കാര്യങ്ങൾ, ഏതൊക്കെ പ്രതിഭാഗത്തിൻ്റെ ഏതൊക്കെ വാദങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കാനുണ്ട്. അതേസമയം ഈ പ്രതികൾക്ക്, കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷയും വളരെ വളരെ പ്രധാനമാണ്. അതിജീവിതയ്ക്ക് നീതി ഉറപ്പുവരുത്തുന്നതിൽ വളരെ നിർണായകമാണ് അവർക്കുള്ള ശിക്ഷ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും തന്നെ ജീവപര്യന്തം ശിക്ഷ വേണം. ഏറ്റവും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്ന് തന്നെയാണ് വീണ്ടും പ്രോസിക്യൂഷൻ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വലിയ കുറ്റം ചെയ്തത് പൾസർ സുനി അല്ലേ, 1-ാം പ്രതി അല്ലേ എന്നൊരു ചോദ്യം കോടതി ഇന്ന് ഉന്നയിക്കുകയുണ്ടായി. അത് ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. മറ്റു പ്രതികൾക്ക് ഒരുപക്ഷെ അതിൽ കുറഞ്ഞ ശിക്ഷയായിരിക്കുമോ നൽകുക എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് കോടതിക്കുള്ളിൽ ആകാംക്ഷാഭരിതരായി കാത്തു നിൽക്കുന്നവരിൽ ഈ കേസിലെ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസുമുണ്ട് എന്നത് നമ്മൾ അറിയണം. CI ബൈജു പൗലോസാണ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത്. സന്ധ്യ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായ ഡോക്ടർ B. സന്ധ്യയുടെ മേൽനോട്ടത്തിന് കീഴിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ തലവൻ CI ബൈജു പൗലോസ് ആയിരുന്നു. ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നിതിൻ സേവ്യറും സിജോ വർഗീസും നമ്മോടൊപ്പം തുടരുകയാണ്. നിതിൻ, ഇതിപ്പോൾ നമുക്കിനി ഒരു വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. കോടതി നടപടികൾ തുടങ്ങിയെന്ന് പറയാമോ? കോടതി നടപടികൾ 3:30 ശിക്ഷ വിധിക്കുമെന്നായിരുന്നു ജഡ്ജി രാവിലെ പറഞ്ഞിരുന്നത്. പക്ഷേ കോടതി നടപടികൾ ആരംഭിച്ചു എന്ന് നമുക്ക് പറയാറായിട്ടില്ല. ജഡ്ജി ചേംബറിൽ തന്നെയാണുള്ളത്, കോടതിയിലേക്ക് എത്തിയിട്ടില്ല. 3:30 ശിക്ഷ വിധിക്കും. എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം 1-2 മിനിറ്റിനകം തന്നെ ജഡ്ജി ചേംബറിൽ നിന്നും കോടതിയിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ വിധി പ്രസ്താവന പോകാനാണ് സാധ്യത. കോടതിയിൽ ഇനി ശിക്ഷാവിധി മാത്രമല്ലേ പറയുകയുണ്ടാവുള്ളൂ. ഈ മറ്റ് വിധിപ്പകർപ്പ് അപ്ലോഡ് ചെയ്യുന്നു. അതിൽ നിന്നുള്ള ഒരുപക്ഷെ അവസാനത്തെ ഓപ്പറേഷണൽ പാർട്ട് നേരത്തെ തന്നെ പ്രസ്താവിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരുപാട് സമയം ഇനി ആവശ്യമില്ല. ഇല്ല, തീർച്ചയായും ഇത് സമയം അധികം എടുക്കില്ല. ഇത് വിധി പ്രസ്താവം മാത്രമായിരിക്കും. ഏതൊക്കെ പ്രതികൾക്ക് ഏതൊക്കെ ശിക്ഷയാണ് നൽകുന്നത് എന്ന കാര്യം മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ കോടതിക്കുള്ളിൽ ജഡ്ജി പറയാൻ പോകുന്നത്. മറ്റ് വിശദമായ വിവരങ്ങളൊക്കെ തന്നെ ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നതിന് ശേഷമായിരിക്കും അത് കൂടുതൽ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഏതൊക്കെ വകുപ്പുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ മൊഴികളാണ് സാധൂകരിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ തെളിവുകളാണ് തള്ളിയിട്ടുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ മാത്രമായിരിക്കും പിന്നീട് അറിയാൻ സാധിക്കും. കോടതിയിലേക്ക് ജഡ്ജി എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വിധി പ്രസ്താവം മാത്രം, ഏതൊക്കെ പ്രതികൾക്ക് ഏതൊക്കെ ശിക്ഷ എന്ന വിധി മാത്രമായിരിക്കും ഒരുപക്ഷെ കോടതിക്ക് ഉള്ളിൽ ഇപ്പോൾ ജഡ്ജി പറയാൻ പോകുന്നത്. ഏതായാലും അല്പസമയം ഇനി 3:30 വിധി പറയുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ജഡ്ജി കോടതി മുറിയിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോടതിയിൽ നമ്മുടെ റിപ്പോർട്ടർ മുത്തബയുണ്ട്. മുത്തബയായിരിക്കും നമുക്ക് വിവരങ്ങൾ വാട്സാപ്പ് വഴി നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുക. മുത്തബയിൽ നിന്നായിരിക്കും. അതിനനുസരിച്ചാണ് നമുക്ക് നിതിൽ നിന്നും സിജോയിൽ നിന്നും വിവരങ്ങൾ തേടേണ്ടതുള്ളത്. അതേസമയം തന്നെ അഭിഭാഷകരുടേതല്ലാതെ അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രതികരണം സിജോ ശ്രമിച്ചാൽ ഒരുപക്ഷെ ബൈജു പൗലോസ് സംസാരിക്കുമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിൽ വളരെ നിർണായകമാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സംഘത്തിലുണ്ടായിരുന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ബൈജു പൗലോസ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഈ നിമിഷങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്? ഒന്ന്, പൾസർ സുനിക്ക് എന്തായിരിക്കും ശിക്ഷ? പൾസർ സുനിക്ക് നൽകുന്ന ശിക്ഷയ്ക്ക് തുല്യമായ ശിക്ഷ 2-ാം പ്രതിയായ മാർട്ടിൻ ആന്റണി, അതുപോലെ തന്നെ 3-ാം പ്രതി മറ്റു മണികണ്ഠൻ തുടങ്ങിയവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവരുടെ ഇതുവരെയുള്ള റിമാൻഡ് കാലാവധി അല്ലെങ്കിൽ റിമാൻഡിൽ കഴിഞ്ഞ സമയം
കുറച്ചുകൊണ്ട് അവർ എത്ര നാൾ കൂടി ഇനി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ ഈ ശിക്ഷാവിധി എത്രത്തോളം അതിജീവിതയ്ക്ക് തൃപ്തി നൽകുന്നതാണ്, അല്ലെങ്കിൽ അവരോട് ചെയ്ത ഈ കൊടും ക്രൂര കൃത്യത്തിന് തക്കതായ ശിക്ഷ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരും. സ്വാഭാവികമായും നിയമവിദഗ്ധർക്ക് ഇടയിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉയരും. അതേസമയം തന്നെ മറ്റൊരു വശത്ത് പുറത്തു വരാൻ പോകുന്ന വിധിന്യായം, ആ വിധിന്യായമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ സ്രോതസ് എന്ന് പ്രേക്ഷകർക്ക് അറിയാമെന്ന് കരുതുന്നു. കാരണം അതിൽ നിന്നാണ് ഇനി നമുക്ക് കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലേക്ക് പോകേണ്ടത്. ഒരുപക്ഷെ ഇനി അപ്പീലുമായി ഹൈക്കോടതിയിൽ എത്തുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളാണ് ചർച്ചയാവുക. അപ്പീൽ കോടതിയിൽ തീർച്ചയായിട്ടും അതിനെ ഖണ്ഡിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമം നടത്തും. അതോടൊപ്പം തന്നെ പ്രതിഭാഗം കൂടുതൽ വാദങ്ങൾ നടത്തും. അത് വെറുതെ വിട്ട, അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ട നടപടിയെ ഒന്നുകൂടി ഉറപ്പിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് പോകും. അതിന് വീണ്ടും സമയമെടുക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് എന്ത് ശിക്ഷ ഇവർക്ക് ലഭിക്കാൻ പോകുന്നു, ഈ 6 പേർക്കും എന്ത് ശിക്ഷ ലഭിക്കാൻ പോകുന്നു, അതേസമയം എന്തൊക്കെ വിവരങ്ങൾ, എന്തൊക്കെ പുതിയ വിവരങ്ങൾ, എന്തൊക്കെ അനാലിസിസിലൂടെയാണ്, എന്തൊക്കെ നിയമ പോയിന്റുകളിലൂടെയാണ് ജഡ്ജി ഹണിയം വർഗീസ് ദിലീപിനെ വെറുതെ വിട്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വൈകുന്നേരം നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി വന്ന ദിവസം കോടതി പരിസരം അങ്ങേയറ്റം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ദിലീപിൻ്റെ ആരാധകരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഈ കേസിലെ വിധി അറിയാൻ താല്പര്യമുള്ള പൊതുജനങ്ങൾ, അങ്ങനെ ഒരുപാട് പേർ അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു. പക്ഷേ അതുപോലൊരു സാഹചര്യം ഇപ്പോൾ കോടതിയിലില്ല എന്നാണ് സിജോ അവിടെ നിന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ